ചേലക്കരയിലെ വിധിയെഴുത്തിന് പിന്നാലെ വിജയപ്രതീക്ഷകളുമായി മുന്നണികൾ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ ഇഴകീറി പരിശോധിക്കുകയാണ് നേതൃത്വം. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. വോട്ട് പെട്ടിയിലായതിനു പിന്നാലെ വൻ കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ. ഇടത് കോട്ട ഇളക്കമില്ലാതെ തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. ഇടത് ശക്തി കേന്ദ്രങ്ങളായ ദേശമംഗലത്തും വരവൂരും താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത് അനുകൂലമാകും. മണ്ഡലത്തിൽ പതിവിന് വിപരീതമായി ശക്തമായ മത്സരമുണ്ടെന്ന പ്രതീതി UDF സൃഷ്ടിച്ചത് അവസാന ഘട്ടത്തിൽ ഇടത് കേന്ദ്രങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കി. ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കാൻ പാർട്ടി സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഒപ്പം സ്ഥാനാർത്ഥിയായ UR പ്രദീപിന്റെ സൗമ്യ വ്യക്തിത്വവും അനുകൂല ഘടകമായി. എന്നാൽ കാലങ്ങളായി K രാധാകൃഷ്ണന് അനുകൂലമായി കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണ വിള്ളലുണ്ടായോ എന്ന ആശങ്ക CPM-നുണ്ട്. എങ്കിലും ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെ മണ്ഡലം ഉറപ്പിച്ച് നിർത്താനാകുമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷയേക്കാൾ കൂടുതൽ പ്രതീക്ഷയാണ് ഇനിയുള്ളത് ഇപ്പോൾ ഉള്ളത്. അത് എത്ര എണ്ണം എന്ന് പറയാൻ ഒരു സ്ഥാനാർത്ഥി തനിക്ക് എനിക്ക് സാധിക്കാത്തത് ഞാൻ ഇരുന്ന് കണക്കുകൾ പരിശോധിച്ചതുകൊണ്ടാണ്. പൊതുവെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള പ്രവർത്തനത്തിൽ എല്ലാം ആവേശകരമായ ഒരു പ്രതികരണം വന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയും മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ചേലക്കര മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ല. പ്രതീക്ഷിച്ച വോട്ടുകളെല്ലാം പോൾ ചെയ്യിക്കാനായെന്നാണ് നേതൃത്വത്തിന് ബൂത്തുകളിൽ നിന്ന് ലഭിച്ച വിവരം. കേഡർ സ്വഭാവത്തിൽ നടത്തിയ പ്രചാരണ പ്രവർത്തനം എതിരാളികളെ പോലും ഞെട്ടിച്ചു. നിർജീവമായ ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചതു മുതൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതുൾപ്പെടെ നടത്തിയ ചിട്ടയായ പ്രവർത്തനം അനുകൂല ഘടകമായി. പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് മുസ്ലിം ലീഗിനെ അവസാനം വരെ കൂടെ നിർത്താനായതും നേട്ടമായി നേതൃത്വം കരുതുന്നു. കാലങ്ങളായി ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന AP വിഭാഗത്തിന്റെ വോട്ടുകൾ ഒരു പരിധിവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. സ്ത്രീ വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തം പിണറായി സർക്കാരിനെതിരായ ജനവികാരമാണെന്നതും അത് രമ്യയ്ക്ക് അനുകൂല വോട്ടായി മാറുമെന്നും UDF വിശ്വസിക്കുന്നു. 5000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നും UDF വിലയിരുത്തുന്നു. ചേലക്കരക്കാർ കൈവിടില്ല. കാരണം അത്രയധികം അവര് സ്നേഹം തന്നിട്ടുണ്ട്, കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അവര് ചേർത്ത് നിർത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ധ്യാസമയത്തും നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ആത്മവിശ്വാസത്തിൽ BJP ക്യാമ്പും ഒട്ടും പിന്നിലല്ല. പുറമെ വിജയിക്കുമെന്ന് പറയുമ്പോഴും വോട്ട് ശതമാനം കൂട്ടാനായെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തൃശൂർ പ്ലാൻ ചേലക്കരയിൽ സമർത്ഥമായി നടപ്പിലാക്കിയെന്നും BJP പറയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 മാസമായിട്ട് ഇവിടെ കൃത്യമായിട്ട് ചെയ്തതിന്റെ ഗുണം കിട്ടാൻ പോകുന്നൊരു ഇലക്ഷനാണ്. ഇവിടെ BJP പ്രതീക്ഷിച്ച വോട്ടുകളിൽ 95% കൃത്യമായിട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയ വിശ്വാസമാണ്. ഈ വരുന്ന 23-ാം തീയതി ചേലക്കരയിൽ ആദ്യമായി താമര വിരിയും. മുന്നണികൾ ആത്മവിശ്വാസത്തിന്റെ കണക്ക് നിരത്തുമ്പോഴും PV അൻവറിന്റെ DMKക്ക് എത്ര വോട്ട് പിടിക്കാനാകുമെന്ന ചോദ്യവും നേതാക്കൾക്ക് മുന്നിലുണ്ട്. ചേലക്കരയിൽ മാറ്റമോ അതോ തുടർച്ചയോ? കാത്തിരിക്കാം 23 വരെ. ന്യൂസ് 18 ചേലക്കര. മുനമ്പം വിഷയത്തിൽ കേന്ദ്ര നേതാക്കളെ അണിനിരത്തി BJP. സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുൻപാകെ വിഷയം ഉന്നയിക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകി. വഖഫിന്റെ പേരിൽ നടക്കുന്നത് ഭൂമി ജിഹാദാണെന്നും ഇതിലൂടെ സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുകയാണെന്നും ശോഭ കരന്തലജെ ആരോപിച്ചു. കൊല്ലം രൂപതാ മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.